ശ്രീമതി യസ്മിനി 14-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. സമരം തുടർന്നും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ഇന്ന് ആശാ വർക്കർമാർ മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായമാണ് നൽകേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നു. ഏകദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ സമരത്തെ തള്ളിപ്പറയുന്നു, രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നു. ആശാ വർക്കർമാർ ഇനി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കും? അതിനുവേണ്ടി നിരന്തര പോരാട്ടത്തിനു വേണ്ടി തന്നെയാണോ ശ്രമിക്കുക? തീർച്ചയായും ഞങ്ങളൊരു നിരന്തര പോരാട്ടത്തിൽ തന്നെയാണ്. അതിപ്പോൾ ഈ 14 ദിവസം കൊണ്ട് തുടങ്ങിയൊരു പോരാട്ടമല്ല. കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ച നാൾ മുതൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു പ്രക്ഷോഭ രംഗത്ത് തന്നെയാണ്. അത് 2 തവണ ഞങ്ങൾ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഓണററിയുമായി ബന്ധപ്പെട്ട നിരവധി തവണ അത്തരം വിഷയങ്ങൾ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മുഴുവൻ MP-മാർക്കും ഞങ്ങൾ പലതവണ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ആശാ വർക്കർമാർക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ വേതനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, ആശാ വർക്കർമാർ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് വാസ്തവമുണ്ട്. കേന്ദ്രം സമയബന്ധിതമായി ഫണ്ട് തരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് 7000 രൂപയാണ് ഓണറേറിയം എന്ന് പറയുന്നത്, പ്രഖ്യാപിച്ചിട്ടുള്ള ഓണറേറിയം. അതാകട്ടെ 3-4 മാസം എടുക്കും അത് കിട്ടാൻ. അങ്ങനെ കിട്ടുമ്പോൾ 1-2 മാസത്തേതാണ് കിട്ടുന്നത്. അതിൽ തന്നെ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് വലിയ തരത്തിലുള്ള വെട്ടിക്കുറവ് വരുത്തും. ഇത്തരത്തിൽ വെട്ടിക്കുറച്ചാൽ അത് പരാതി പറയാനൊരിടമില്ല, പരിശോധിക്കാനൊരിടമില്ല. ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കാനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിനകത്ത് ഉദ്യോഗസ്ഥരെ പഴിചാരുന്നില്ല. കാരണം ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാറ്റണം. 232 രൂപ അടിസ്ഥാനത്തിൽ, ദിവസവേതന അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ സമരം ചെയ്യുമ്പോൾ ഇതര സംസ്ഥാനത്തെ ആളുകളുമായിട്ടൊക്കെയാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അത് അങ്ങേയറ്റം അധാർമികമായൊരു കാര്യമാണ്. ഇതര സംസ്ഥാനങ്ങളിലെ ജീവിത നിലവാരമല്ല കേരളത്തിൻ്റെ ജീവിത നിലവാരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 232 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഈ പറയുന്ന ആളുകൾ തന്നെ അത് പറയേണ്ടതുണ്ട്, മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വേതനമല്ല മറ്റെല്ലാ വിഭാഗക്കാർക്കും. 10 വർഷം മുമ്പുണ്ടായിരുന്ന ചെലവല്ല ഇന്ന് നമ്മൾക്കുണ്ടായിരിക്കുന്ന ജീവിത ചെലവ്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഇത് ആനുപാതികമായ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ PSC ചെയർമാൻമാർക്കൊക്കെ ശമ്പള വർധന അനുവദിച്ചു. ശരിയാണ്, അവർ ഭാരിച്ച ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ വർധനവ് മറ്റാളുകൾക്കും വരണ്ടേ? അപ്പോൾ ഒട്ടും തികച്ചും ന്യായമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, സമരത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നു, അപമാനിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മതിയാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടെ പണിയെടുക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഞങ്ങൾ ഇന്നലെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരൻ സാറ് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപ്പന്തൽ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞത്, കേന്ദ്രം കഴിഞ്ഞ 17 വർഷം കൊണ്ട് ഈ ആശാ വർക്കർമാർക്ക് അന്ന് നിശ്ചയിച്ചിരുന്ന ആശ എന്ന പദ്ധതി രൂപീകരിക്കുന്ന കാലത്ത് നിലവിലുണ്ടായിരിക്കുന്ന ഇൻസെൻറ്റീവിൻ്റെ നിരക്ക് തന്നെയാണ് ഇത്രയും കാലത്തിന് ശേഷവും. ഒരു കുത്തിവയ്പ്പിന് 20 രൂപ അന്നുണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് ഇന്ന് 20 രൂപയാകുന്നത്? പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയയ്ക്ക് അത് മിനിമം 5 ദിവസം ഫീൽഡിൽ കൈ മെയ് മറന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് പോളിയോ നിർമ്മാർജ്ജനം പറ്റുന്നത്, കുട്ടികളെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് 75 രൂപയാണ് ഈ 5 ദിവസത്തേക്ക് തരുന്നത്. വെറും 75 രൂപ. ഭക്ഷണമോ വെള്ളമോ പോലുമില്ല ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്, ഈ ആശാ വർക്കർമാരെന്ന് പറയുന്നത് നിങ്ങൾ വളരെ അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങളുടെ വിളിപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്ത് നിശ്ചയിക്കുന്നു ചെയ്യുന്ന ആളുകളാണ്. ഈ 3 മാസമായി ഇൻസെൻറ്റീവും ഓണറേറിയവും കിട്ടാതിരുന്നിട്ടും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ അങ്ങനെ ഏത് വിഭാഗമുണ്ട് അങ്ങനെ കൂലിയില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് 2 ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്കുള്ള ഒരേ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഇതിനകത്ത് ഉപേക്ഷ വിചാരിക്കരുത്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിനകത്ത് അടിയന്തര പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ 2 കൂട്ടരും ഒരുപോലെ മനസ്സർപ്പിച്ചുകൊണ്ട്
കാര്യങ്ങളെ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അതെ, ശ്രീമതി യസ്മിനി, എന്തായാലും ഈ സമരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു. ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇവിടെ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ നിലപാട്. 2024-25 സാമ്പത്തിക വർഷം 913.24 കോടി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം കേരളത്തിന് ഉൾപ്പെടെ നൽകിക്കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. കുടിശ്ശിക ഇല്ല എന്ന് തന്നെ കേന്ദ്രം തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇത് കേന്ദ്രത്തിന്റെ മേൽ പതിവ് പോലെ പഴിചാരി രക്ഷപ്പെടാവുന്ന സർക്കാർ തന്ത്രം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ആശാ വർക്കർമാർ നടത്തുന്ന ഈ സമരം ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഇത് രണ്ടിലുമാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യത്തെ ഒരു ഘട്ട ചർച്ച ആരോഗ്യമന്ത്രിയുമായി നടത്തി കഴിഞ്ഞു. പക്ഷേ തുടർന്ന് ഒരു ചർച്ചയും ഉണ്ടായില്ല. അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു ശുപാർശ ധനമന്ത്രാലയത്തിന് കൈമാറി എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുപോലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മന്ദഗതിയിലാകുന്ന ചർച്ചയും അതിനുശേഷം ഉണ്ടാകുന്ന നടപടികളും അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിലെന്തെങ്കിലും രാഷ്ട്രീയ പകപോക്കലുണ്ട് എന്ന് ശ്രീമതി മിനി കരുതുന്നുണ്ടോ? ഞങ്ങൾ അതിനെ രാഷ്ട്രീയ പകപോക്കലായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഗവൺമെന്റ് എന്തുകൊണ്ടോ കാര്യങ്ങൾ ചെയ്യുന്നില്ല. വളരെ അവധാനതയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം 5ാമത്തെ ദിവസമാണ് ചർച്ച നടന്നത്. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഞങ്ങളുടെ ഭാരവാഹികൾ നേതൃത്വം പങ്കെടുത്തിരുന്നു. വളരെ വ്യക്തമായി നമ്മുടെ ഡിമാൻഡുകൾ അവിടെ സൂചിപ്പിച്ചു. ഇത് വലിയ തോതിലുള്ള വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വരുന്ന കാര്യമല്ല. ഇപ്പൊ വിരമിക്കൽ 5 ലക്ഷം രൂപ മിനിമം ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത്. കാരണം പശ്ചിമ ബംഗാളിൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി പശ്ചിമ ബംഗാളിൽ വിരമിക്കുന്ന ആശാ വർക്കർമാർക്ക് 5 ലക്ഷം രൂപയും അതോടൊപ്പം പെൻഷനും ഒക്കെ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ വിരമിക്കൽ 5 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് കേട്ടാൽ ഉടനെ കേരളത്തിലെ 26,000-ൽ പരം ആശമാർ ഒന്നിച്ചു പോയി വിരമിക്കാൻ പോവുകയല്ല, മറിച്ച് ജീവിതത്തിന് സുരക്ഷിതത്വ ബോധമുണ്ടാവുകയാണ്. ഇപ്പൊ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് 5 ലക്ഷം രൂപ ലഭിക്കുകയാണ്. അത് വളരെ 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 വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അങ്ങനെ വിരമിച്ചു പോകേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സർക്കാർ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നൊരു വിഷയമേ അല്ല. സർക്കാർ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പാവപ്പെട്ടവരും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളും അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികളും ഉന്നയിക്കുന്ന വിഷയങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തിന് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ടൊക്കെ മാറ്റുകയാണ്. വ്യവസായികൾ ഇവിടേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഈ തെരുവിൽ ഇങ്ങനെ ഞങ്ങൾക്ക് കൂലിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ സ്ത്രീകളെ ഇരുത്തിയിരിക്കുന്നത് എങ്ങനെ വ്യവസായ സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ അതൊന്നും സാധിക്കില്ല. അപ്പോൾ വ്യവസായങ്ങൾ വരണമെങ്കിൽ, സൗഹൃദങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ തൊഴിലാളികൾക്ക്, പണിയെടുക്കുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട കൂലി കൊടുക്കണം. അവരുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അവർ വളരെ സന്തോഷകരമായി പണിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യവസായങ്ങൾക്ക് വരാനും നിലനിൽക്കാനും പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് ചൂഷണം നടത്തിയിട്ട് പോകാം എന്നാണ് കരുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പില്ല. അത് കേരളം അനുവദിക്കുകയില്ല. എന്നാലും ഞങ്ങളുടെ സമരം മുന്നോട്ട് തന്നെ പോകും. എത്ര ദിവസം കഴിഞ്ഞാലും. കാരണം ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദിവസങ്ങൾ കൂടുന്നത് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ 1 വർഷക്കാലം എടുത്തു സമരത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിമാൻഡിനകത്ത് എന്തെങ്കിലും പിന്നോട്ട് പോകാൻ പറ്റുമോ? കാരണം ഡിമാൻഡ് അത്രയും ജെന്യൂനായ, വളരെ ആവശ്യം വേണ്ടുന്ന, ഏറ്റവും മിനിമം വേണ്ടുന്ന ഡിമാൻഡുകളാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ധാരാളം ഡിമാൻഡുകളുണ്ട്. ഈ ആശാ വർക്കറായിരിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക്, ഗുരുതര രോഗം ബാധിക്കുന്ന ആളുകൾക്ക് 10 പൈസയുടെ സഹായമില്ല, കിട്ടണ്ടേ? ഞങ്ങൾക്കത് ആവശ്യമുണ്ട്. ഈ ആശാ വർക്കർമാർ ജോലി കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ക്ഷീണിച്ച് വരുമ്പോൾ സ്വന്തം സെന്ററുകളിൽ ഇരിക്കാൻ ഒരു വിശ്രമ മുറി അനുവദിച്ചിട്ടില്ല. ഞങ്ങൾക്കത് ആവശ്യമുണ്ട്. മുഴുവൻ പദ്ധതികളും മുഴുവൻ സർവേകളും ചെയ്യുന്നത് ഇന്ന് സ്മാർട്ട് ഫോൺ വഴി, പുതിയ പുതിയ ആപ്പുകൾ വഴിയാണ്. അതിന് സ്വന്തമായി സ്മാർട്ട് ഫോണില്ല. അവരവരുടെ വ്യക്തിപരമായ സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ച് വ്യക്തിഗത ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. സ്മാർട്ട് ഫോൺ വേണം, ഞങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ ടെലിഫോൺ അതോറിറ്റി അവരുടെ താരിഫ് വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർധനയ്ക്കനുസരിച്ച് ഞങ്ങളുടെ ടെലിഫോൺ അലവൻസ്, അത് ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത അലവൻസാണ് മാസം 200 രൂപ എന്നുള്ളത്. ആ അലവൻസ് വർദ്ധിപ്പിക്കണം. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇങ്ങനെ തുടങ്ങി ഞങ്ങൾക്ക് യൂണിഫോം വേണം. ആശാ വർക്കർമാർക്ക് ഏകീകൃത യൂണിഫോം സംസ്ഥാന തലത്തിൽ വേണം. ഐഡന്റിറ്റി കാർഡ് വേണം. തുടങ്ങി ഞങ്ങൾക്ക് കുട, ബാഗ്, ഡയറി തുടങ്ങി ഈ ജോലി ചെയ്യാൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഇതെല്ലാം ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ ഇപ്പോൾ മുൻനിരയിൽ ഞങ്ങൾ വെച്ചിട്ടില്ല. കാരണം അടിയന്തരമായി പരിഹരിക്കേണ്ടത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതെ, അതോടൊപ്പം ശ്രീ മിനി ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ ഓണറേറിയം ആശാ വർക്കർമാർക്ക് നൽകുന്നത് കേരളമാണ് എന്നൊരു പ്രസ്താവനയാണല്ലോ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചൊരു പ്രസ്താവന, മന്ത്രി അത് ഏറ്റു പറയുന്നതാണ്. സത്യത്തിൽ അത് തിരുത്തേണ്ടുന്ന സമയം കഴിഞ്ഞു. കാരണം മന്ത്രി ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്.
കാരണം സിക്കിമിൽ 10,000 രൂപ കൊടുക്കുന്നുവെന്ന് എല്ലാ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അതിൻ്റെ തെളിവുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിലാണ് കഴിഞ്ഞ മാസം സമരം ചെയ്ത് 5,500 രൂപയായിരുന്നു ഓണറേറിയം, അത് 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തെലങ്കാനയിലാകട്ടെ അവർക്ക് 6,500 രൂപയാണ് ഓണറേറിയം. പക്ഷേ ഇൻസെൻറ്റീവ് കൂടെ കൂട്ടിക്കഴിയുമ്പോൾ അത് 10,000 രൂപ തികയുന്നില്ലെങ്കിൽ ആ തികയ്ക്കാൻ വേണ്ടുന്ന ബാക്കി തുക അത് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ട് എല്ലാ മാസവും 10,000 രൂപ അവരുടെ കയ്യിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ കള്ളക്കണക്ക് നിരത്തുകയാണ് 13,200 രൂപ. ആദ്യത്തെ ദിവസം പറഞ്ഞു 7,000 രൂപ ഓണറേറിയവും ബാക്കി ഇൻസെൻറ്റീവും മറ്റു പല ആനുകൂല്യങ്ങളും ഒക്കെ ചേർന്ന് 13,200 രൂപ കിട്ടുകയാണെന്ന് പറഞ്ഞു. ഇപ്പം പക്ഷേ സൈബർ ഇടങ്ങളിൽ കാണുന്നത് കർണാടകത്തിൽ 5,500, വേറെ എവിടെയോ 1,500, യു പിയിൽ 1,500, കേരളത്തിൽ 13,200. ഇന്നിപ്പോൾ അതും കടന്നു കേട്ടോ, അതും കടന്നിപ്പോൾ 27,000 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു വ്യക്തതയില്ലാത്ത കണക്ക് സർക്കാരിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയാണ്. അവിടെയാണ് ഗവൺമെൻറ് ഇടപെടേണ്ടത്. ആരൊക്കെയോ ചേർന്ന് സോഷ്യൽ മീഡിയ വഴി ഗവൺമെൻറ്റിൻ്റെ പേരിൽ കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കുന്നു. അത് ഗവൺമെൻറ്റിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് കാരണം ഞങ്ങൾക്ക് അതിനകത്ത് മറുപടി പറയേണ്ടി വരും കള്ളപ്രചരണങ്ങൾ. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടത് ഒന്ന് 7,000 രൂപ ഓണറേറിയത്തിന് നിലവിൽ മാനദണ്ഡം ഉണ്ടായിരുന്നെന്നും അത് വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് ഗവൺമെൻറ്റിന് തന്നെ അഭിപ്രായമുണ്ട്. കാരണം ആരോഗ്യമന്ത്രി പറയുന്നത് നിങ്ങൾക്ക് 25,000 രൂപ തന്നാലും എനിക്ക് മതിയാകില്ലെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ആ പറയുന്നത് അങ്ങ് ചെയ്താൽ പോരെ? അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ തിരിച്ച് ഇതേ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് ഇതേ സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങൾക്കൊരു വിരോധവുമില്ല. അതുകൊണ്ട് ഇത്രയും കൂടിയാണ് പറയാനുള്ളത്. ശരി.